ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. സോഫ്റ്റും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു പലഹാരം തന്നെയാണ്. വളരെ സോഫ്റ്റും വായിലിട്ടാൽ അലുത്തു പോകുന്നതുമായിട്ടുള്ള ഈ 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് ഞാൻ 4 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഏത്തപ്പഴം നമുക്ക് മാറ്റിവെക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് റോസ്റ്റ് ചെയ്ത കാഷ്യൂനട്ടാണ്. ഇത് നമുക്കൊന്ന് തരിയായിട്ട് പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇടയ്ക്കിങ്ങനെ ചെറിയ തരികൾ കിടപ്പുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് നമുക്ക് കടിക്കുമ്പോൾ നല്ലൊരു രുചിയായിരിക്കും വരുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ പലഹാരത്തിന് വേണ്ടി ഞാൻ 2 കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതായത് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പാനിയാക്കണ്ട, നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് തണുപ്പിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് വറുത്തെടുക്കാം. നമ്മൾ അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് റൈസിൻസ് ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റൈസിൻസ് എല്ലാം നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ നെയ്യിൽ കടന്ന് ഈ ഏത്തപ്പഴവും നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടണം. സ്കൂളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ വരുമ്പോഴത്തേക്ക് അവർക്ക് പറ്റിയ ഒരു 4 മണി പലഹാരം കൂടിയാണിത്. നല്ല ടേസ്റ്റാണിതിന്. നെയ്യിലിത് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഒത്തിരി ഉടയണമെന്നില്ല. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പിരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങയിലെ വെള്ളവും ഒന്ന് വറ്റണം. ആ തേങ്ങാപ്പീര ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ ആകണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തേങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ 3 കപ്പ് ശർക്കര പാനി അരിച്ചെടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. നല്ല ഫ്ലെയിമിലൊന്ന് നല്ലതായിട്ടിത് തിളപ്പിക്കാം. ഈ ശർക്കര പാനിയിൽ ആ ഏത്തപ്പഴം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തത് പൊടിച്ചത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് നേർമിച്ച അരിപ്പൊടി, പത്തിരിയുടെയൊക്കെ പൊടിയാണ്, കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അത് കട്ട കെട്ടി കിടക്കും. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ തീ കൊടുക്കാവൂ. അതുപോലെ തന്നെ ഈ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. 1.5 കപ്പ് പൊടിയും അരിപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവമായി. ഒത്തിരി അങ്ങ് ഹാർഡാക്കരുത്. നമുക്ക് സോഫ്റ്റായിട്ട് തന്നെ എടുക്കാനുള്ളതാണ്. തണുക്കുമ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്ന് മുറുകും. കണ്ടില്ലേ, ഇങ്ങനെ വിട്ട് വരണം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. മാവ് നല്ലതുപോലെ തണുത്തു. ഇതിന് നമുക്ക് വാഴയിലയിൽ കുറേശ്ശെ വെച്ച് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കാം.
വാഴയിലയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്ന പലഹാരങ്ങളൊക്കെ നമ്മുടെ കേരളീയർക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നമുക്കത് ഓരോന്നായിട്ട് മടക്കിയെടുക്കാം. നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഈ വാഴയിലയിലോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും വാഴയിലയിൽ മടക്കിയെടുക്കാം. വാഴയിലയിൽ നമ്മളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റീമറിൽ വെച്ചതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഓരോന്നായിട്ട് വെക്കാം. അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റാം. 15 മിനിറ്റായി. നമുക്കിത് വെന്തോന്ന് നോക്കാം. നല്ല മണമാണ് വരുന്നത്. നല്ലതായിട്ട് ആ വാഴയില കാണുമ്പോൾ തന്നെ അറിയാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കിയ നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിരിക്കുകയാണ്. നോക്കിയ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത്തപ്പഴവും നെയ്യും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.